ഹലോ കൂട്ടുകാരെ, ഊട്ടി ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഒത്തിരി ദിവസമായി ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പം ഞങ്ങൾ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ അതൊന്ന് കടുമാങ്ങ ഇടുന്നത് കാണിക്കാമെന്ന് ഓർത്ത്. അപ്പം ഈ മാങ്ങ അത്ര കൊള്ളുമെന്നറിയില്ല, കുഞ്ഞു മാങ്ങയാണ്. അപ്പം ഞങ്ങൾ കണ്ടോ, ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറം ഒരു മാവ് വെട്ടുമായിരുന്നേ. അപ്പോൾ അവിടുന്ന് കിട്ടിയതാണ്. ഒത്തിരി ഉണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാരൊക്കെ കൊണ്ടുപോയി. ഞങ്ങൾക്ക് കുറച്ച് കിട്ടി. കുറച്ചൊക്കെ ഉപ്പൊക്കെ കൂട്ടി തിന്ന് ചമ്മന്തി അരച്ചു. അപ്പം ഇനി ഇതൊന്ന് അച്ചാറിടുന്ന കാണിക്കാം. ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണേ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണണേ. ഞങ്ങളുടെ കല്ലു ഇവിടെ കുളിക്കുവാണേ. ഞങ്ങളുടെ കല്ലു കുളിക്കുന്നിടം ഇവിടെ ഞങ്ങൾ ആരും ഉപയോഗിക്കത്തില്ല. ഇത് കല്ലു കുളിക്കുന്നിടമാണേ. കല്ലു ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇവിടെ ഇതാണ് എൻ്റെ കെട്ടിയോ, എൻ്റെ ഭർത്താവാണ്. വീഡിയോയ്ക്കൊന്നും പോസ്റ്റ് ചെയ്യത്തില്ല, ഭയങ്കര നാണക്കാരനാണ്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുമ്പോൾ ഒന്നും വരാത്തത്. കല്ലൂന് വിശേഷമുണ്ടെന്ന് തോന്നുന്നു. കല്ലൂൻ്റെ വയറൊക്കെ നല്ലതായിട്ടുണ്ട്. കല്ലു ഗർഭിണിയാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. കണ്ടിട്ട് വയറൊക്കെ കണ്ടിട്ട് തോന്നുന്നു. കല്ലു ഇങ്ങോട്ട് നോക്കിക്കേ. ഡി ഇവിടെ ഇവിടെ നോക്കിക്കേ. ഉണ്ട്, അപ്പനും മോളും കൂടെ ആണേ കുളിപ്പിക്കുന്നേ. നോക്കിയേനെ, ഇങ്ങോട്ട് നോക്കി ഒരു ഹായ് പറഞ്ഞു. ഇങ്ങോട്ട് നോക്കി വീഡിയോയിലോട്ടൊന്ന് നോക്കാൻ. വീഡിയോയിലൊന്നും നോക്കത്തില്ല. പഴയ ഒരു 2 വീഡിയോക്കകത്തുണ്ട്, അറിയാതെ ഞങ്ങൾ എടുത്ത്. ഉണ്ടോ, കല്ലു അനങ്ങാതെ നിൽക്കുക. വെള്ളം ഒഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയല്ല കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. കുളിക്കാൻ വിളിക്കുന്നുണ്ട് അങ്ങനെ കാല് 2 അതിലോട്ട് പൊക്കി ദേഹമൊക്കെ തേക്കാനായിട്ട്. കണ്ട് അനങ്ങാതെ നിൽക്കുന്നുണ്ടോ. നമ്മൾ കെട്ടിയൊന്നും ഇട്ടിട്ടില്ല, കൂട്ടിയിട്ടൊന്നും ഇല്ല. കണ്ടല്ലോ തുടലി കിടക്കണം. അനങ്ങാതെ വെള്ളമൊക്കെ ഒഴിച്ച് ചൂടായതുകൊണ്ടായിരിക്കും വെള്ളമൊക്കെ ഒഴിക്കാൻ ഭയങ്കര ഇഷ്ടം. കല്ലു അനങ്ങാതെ ഇരിക്കുന്നു. ഈ ചോറിനുള്ള കറിയാണ് കൂർക്ക. ഇന്ന് വലിയ കറിയൊന്നും ഇല്ല. കൂർക്ക മെഴുക്ക് പുരട്ടി, മാങ്ങ വെച്ചൊരു സമ്മന്തി അരച്ചു. ഇന്നത്തെ കറി ഇതൊക്കെ ഉള്ളു. പിന്നെ മോരുണ്ട്, മോരുകറിയുണ്ട്. ഇതൊക്കെ ഉള്ളേ. ഇതുണ്ടോ, ഇത് പച്ചമോര, നമ്മുടെ കടയിൽ വിൽക്കുന്ന ഇത്. ഇപ്പം മോരും ഉണ്ട്. ഒന്ന് ഇതൊക്കെ ഉള്ളു കറികൾ. ഇന്ന് ഇറച്ചിയും മീനും ഒന്നും ഇല്ല. ഇന്ന് തൈരും കൂർക്ക മെഴുക്ക് വരട്ടിയും മാങ്ങ വെച്ച് ചമ്മന്തിയും. ഇതൊക്കെ ഭയങ്കര ചൂടാ. ഇച്ചിരി കാറ്റ് കൊള്ളു. അത് കണ്ടോ, ഫാൻ്റെ കീഴേ വന്നിരിക്കുവാണേ. ദേ ഒരുത്തി കണ്ടോ, പട്ടിയെ കുളിപ്പിച്ച അഴുക്കായിട്ട് വന്ന് നിൽക്കുക. മുഖമൊക്കെ കണ്ടോ വിയർത്തൊഴുകി, നല്ല കരുവത്തിൽ വന്ന് നിൽക്കുക. ഇവിടെ ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ മഴയുണ്ടായിരുന്നോ? ഇടിയും മഴയൊക്കെ ആയിരുന്നു നല്ല ഭയങ്കരമായിട്ട്. വേണ്ട, ഇതാണ് എൻ്റെ ഭർത്താവ്. നോക്കിക്ക ഇങ്ങോട്ട്, ദേ വീഡിയോ ഇങ്ങോട്ട് നോക്ക്. ഹായ് പറ, ഹായ് പറ. ഉണ്ടോ, ഇതാണ് മുഖം തരത്തില്ല. അതേത് കണ്ടോ, കണ്ടോളൂ.
ചോറുണ്ടോണ്ടിരിക്കുവാണേ. ഹലോ, ഒരു കൂട്ടം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇത് പണ്ടത്തെ നമ്മുടെ ഈ നെല്ലൊക്കെ ഇട്ട് വെക്കുന്ന എന്തോ അതിന് പറയുന്നത്? പത്താഴം എന്നാണ് അതിന് പറയുന്നത്. പത്താഴമാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇതിനകത്ത് കണ്ടോ, ഇത് കണ്ടോ, തേനീച്ച കൂടിനകത്ത് കുത്തുമോന്ന് അറിയത്തില്ല. കണ്ടോ, ഇതിനകത്ത് മുഴുവൻ തേനീച്ച കൂട് കൂട്ടിയിരിക്കുവാണ്. കണ്ടോ, അതിൻ്റെ അടിയിലോട്ടുണ്ട്. ഈ സാധനം കണ്ടോ, ആദ്യം കാണിച്ചു. നല്ല അടിയിലുണ്ട്. കണ്ടോ, എന്നെ വെച്ച് അടയ്ക്കല്ലേ. ഈ സാധനം കണ്ടോ, ഇത് കണ്ടോ, ഇതിനകത്തോടാണ് തേനീച്ച കൂട് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, തേനീച്ച പറക്കുന്ന കണ്ടോ. ഇതുണ്ട്, ഇതിങ്ങനെ നീളത്തിലിരിക്കും ഇങ്ങനെ. കണ്ടോ, ഇവിടം വരെ ഉണ്ടത്. പണ്ടൊക്കെ നെല്ലിരുന്ന് പത്താഴം എന്നാണ് പറയുന്നത് അല്ലേ, പത്തായോ അങ്ങനെ കണ്ട ഇതിന് പറയുന്നത് അല്ലേ. ഇതിനകത്ത് ഇവിടെ ഇവർ ശർക്കര ആട്ടി ഇങ്ങനെ ശർക്കര അഴുക്കായിരിക്കും ഇതിനകത്ത് ഇട്ട് വെച്ചുകൊണ്ടിരുന്നത്. അപ്പം അതാ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അവരുടെ സാധനം അവരിങ്ങനെ ഇവിടെ വെച്ചിരിക്കുക. അതിനകത്ത് തേൻ കൂട് വെച്ചിരിക്കുക. കണ്ടോ, എൻ്റെ പേരൊന്നും അറിയത്തില്ല, അറിയാവുന്നവരൊന്നും കമൻ്റ് ഇടണേ. ഇത് വാങ്ങിച്ച് മാറത്തില്ല. ഇത് കണ്ടോ, അതിനകത്ത് ആങ്ങളെ വന്നപ്പോൾ മേടിച്ചിട്ടുണ്ട് കേക്ക. ഇത് കുറേ നിറച്ചുണ്ടായിരുന്നു. ഇവിടെ തീർത്ത് എന്നെ കാണാതെ വന്ന് ഓരോന്നോരോന്നെടുത്ത് തീറ്റ. കണ്ടോ, ഇതാ ഇവിടെ പരിപാടി. ഇവിടെ കാണിച്ച കേക്ക് കാണിച്ചു. കണ്ടോ, അവളെടുത്തതാണേ. എൻ്റെ കെട്ടിയാൻ പൊളിയാ കേട്ടോ. ഭയങ്കര കോമഡിയാ. ലോണിച്ചായ ശുക്രിയ. ഇന്ന് ഞായറാഴ്ച കണ്ടു. അപ്പം ഞങ്ങൾ ചോറ് കഴിക്കുവാണേ. എല്ലാവരും ചോറുണ്ടോ? ഉണ്ടോ? ഞങ്ങൾക്ക് കറിയൊന്നുമില്ല, മീനൊന്നുമില്ല. ഇന്ന് കണ്ട സമ്മന്തി, കൂർക്ക മെഴുക്ക് പുരട്ടി, മോര്, പിന്നെ കണ്ട അച്ചാർ. ഇത് കണ്ടോ, നമ്മുടെ നക്ഷത്രപ്പുളിയോ എന്തോ അതിന് പറയുന്നത്, എന്തോ അടി വാച്ച് പറയുന്നത്, സ്റ്റാർ പുളിയോ ഉണ്ട്. അത് അച്ചാറിട്ടതാണ്. അച്ചാറുണ്ട്. അപ്പം ഇന്ന് ഇതൊക്കെ ഉള്ളൂ ഇന്ന് കറി. ചോറാണ്, റേഷൻ ചോറാണ്, റേഷൻ അരി ഇന്ന് ചോറ് വെച്ചത്. അയാൾ കഴിക്കട്ടെ. അമ്മച്ചി കഴിച്ചു നേരത്തെ. അത് 1 മണിയാകുമ്പോൾ കഴിച്ചിരിക്കും. രണ്ടുപേര് പോകുന്നത് കണ്ടോ? ആച്ചി എളുപ്പം പറഞ്ഞേ. രണ്ടുപേരും കടയിൽ പോവാ, പാലൊക്കെ വാങ്ങിക്കാൻ പോവാ.
അവിടെ നിന്ന് ഏതാണ്ട് കട്ട് പറിക്കുക. ചെറുക്കായ നിൽപ്പുണ്ട്, അത് പറിക്കുക. ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് മേളിലോട്ട് കയറി ഒരു കടയുണ്ട്, അവിടെ പോകും. പാലൊക്കെ വാങ്ങിക്കാൻ പോവാണേ. ഞങ്ങളുടെ റോഡായത്. ഞങ്ങളുടെ അമ്മച്ചിയെ കണ്ട. അമ്മച്ചിക്ക് നട്ടലിന് ചെറിയൊരു അകലിച്ചുണ്ട്. അതിന് ഫ്ലാഷ് ഇട്ടിരിക്കുക. ബെൽറ്റ് ഇട്ട് കിടക്കാൻ പറഞ്ഞു. ഇല്ല, അത് ഇട്ടുകൊണ്ടൊക്കെ നടക്കുന്നത്. മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുക. ഹലോ കൂട്ടുകാരെ, മുമ്പ് ഞാൻ മാങ്ങ അരിഞ്ഞെല്ലാം കേട്ടോ. ഞാൻ അച്ചാറ് പൊടി പുരട്ടി കുറച്ച് നേരമായി അടച്ചു വെച്ചിരിക്കുമായിരുന്നു. അച്ചാറ് പൊടി മാത്രമേ ഉള്ളൂ. ഇച്ചിരി ഉലുവാപ്പൊടി ഇതിനകത്ത് ചേർക്കേണ്ടതൊക്കെ ഉണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില എല്ലാം എടുത്ത് വെച്ചിരിക്കുവാണ്. ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ചട്ടി ചൂടായി നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കും. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കടുകെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2 ഉലുവയും കൂടെ പൊട്ടിക്കും. എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് ഇഞ്ചി, കൊത്തി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കരിവേപ്പില ചേർക്കും. അത് വേവിക്കുന്നൊന്നുമില്ല, ഇതിനകത്തോട്ട് തന്നെ എല്ലാം ചേർത്ത് വെക്കാനാണ്. നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം, ഒരു നല്ല കളറിന് വേണ്ടിയാണ്. അച്ചാറ് പൊടിക്കകത്തെല്ലാം ഉള്ളതാണ്, എന്നാലും ഒരു നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതായിട്ട്. ഇതെല്ലാം ഞാൻ ഇളക്കി. ഇനിയിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് ഇതെല്ലാം ഇങ്ങനെ അടച്ച്, ചാറൊന്നുമില്ല കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോൾ നല്ല. ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കോതി അരിഞ്ഞിരിക്കുന്ന മാങ്ങ. അവിടെ ഉണ്ട്, അങ്ങോട്ടും എല്ലാം അപ്പുറത്തിരിക്കുന്നുണ്ട്. കോതി അരിഞ്ഞിരിക്കുന്നത് ചെറുതായിട്ട്. അപ്പം ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഞാൻ, ചാറൊന്നും ഇല്ലാതെ. 2 ദിവസം കഴിയുമ്പോൾ ഇത് നല്ല മയത്തിലായിട്ട് വരും. നല്ലതായിരിക്കും കൂട്ടാൻ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണേ. അപ്പം ഞങ്ങളുടെ വീഡിയോ കാണാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.